ഇനി ഒരു ദിവസം കൂടെ, അതായത് ഒരു ഫുൾ ഡേ ഇവിടെയുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ പോകണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചൊരു ഹാം ഇല്ലായിരുന്നോ, അതായത് ഏജ്ഡ് ഹാം എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം കേട്ടോ അത്. പക്ഷേ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്തപ്പോൾ സ്മോക്ഡ് കുക്ക് ചെയ്ത ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടിയത്. പക്ഷേ എൻ്റെ അത് ഭയങ്കര ചൂവിയായിട്ട് അതിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. എനിക്കുകൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. കടയുടെ ഒരു സ്പ്രെഡ് വെച്ചു, പിന്നെ ഒരു കുറച്ച് ചില്ലി ഓയിൽ ഉണ്ടായിരുന്നു അത് വെച്ചു, പിന്നെ ഫിഷിൻ്റെ ഒരു സംഭവം, എന്നിട്ട് സ്മോക്ഡ് സാൽമൺ ആട്ടോ വെച്ചേക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് അങ്ങനെ സാൻഡ്വിച്ചാക്കി കഴിക്കാൻ പോവാം. അല്ലാത്ത അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് നേരെ പോവാം. കോഫി വലിയ ശീലമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ചെടുക്കുമല്ലോ. നല്ലൊരു സ്മൈലി സെറ്റപ്പിൽ വന്നിട്ടുണ്ട് കോഫി. മറ്റേ കാപ്പിയൊക്കെ സോസറിൽ ഒഴിച്ച് കുടിക്കണ പോലെ മുഴുവൻ തുളുമ്പി പോന്നിട്ടുണ്ട്. അപ്പോൾ ഡിസേർട്ട് ഇതാട്ടോ. ഈ നാച്ചുറൽ യോഗട്ട് കഴിക്കുന്ന ശീലം ഫിൻലൻഡിൽ നിന്ന് കിട്ടിയതാണ്. ശരിക്കും നല്ലതെന്ന് പറയണം. നമുക്ക് അതിൻ്റെ പ്രോബയോട്ടിക്സ് കിട്ടണമെങ്കിൽ ഡെയിലി ഏതെങ്കിലും ഒരു നേരം നമ്മൾ തൈര് കഴിക്കണം എന്ന് പറയുന്നത്. നല്ല സർവീസാട്ടോ ഇവിടെ ഹോട്ടലിൽ. മധുരം ഇല്ലാത്ത കാപ്പിയോട് കൊടുത്ത് കേക്കൊക്കെ കഴിക്കാൻ അടിപൊളിയല്ലേ. നമുക്ക് സൂപ്പർ കേട്ടോ. മിൽക്കിൻ്റെ ടേസ്റ്റൊക്കെ. നമ്മളിപ്പോൾ ഫിർഗാസിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഉത്തരത്തേലിരിക്കണം വേണം താനും, കക്ഷത്തിലിരിക്കണം പോകാനും പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഈ അമ്മമാരുടെ സോളോ ട്രിപ്പ്. പിന്നെ മം ഗിൽറ്റ് അടിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പം ഞാൻ വിചാരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇച്ചിരി ഫീൽ ഫ്രീ ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്കായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കൂടുതൽ ഹാപ്പിയാണ്. എനിക്ക് കൂടുതൽ എനർജി വരുന്നുണ്ട്. അപ്പോൾ അത് അത്രയും എൻ്റെ ഫാമിലിക്ക് നല്ലതാണല്ലോ, മക്കൾക്ക് നല്ലതാണ്, ഇച്ചായന് നല്ലതാണ്. അപ്പം അതുകൊണ്ട് മം ഗിൽറ്റ് അടിച്ച് ഈ മൊമെൻറ്റ് നശിപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് വിചാരിച്ചേക്കുന്നത്. പിന്നെ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 3 യൂറോ സംതിങ് ആയുള്ളൂ. തൊപ്പി പോലെ മുഖത്തേക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം. അപ്പം അത് വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. പക്ഷേ ആരും ഇങ്ങോട്ട് കയറി നമ്മൾ ഉപദ്രവിക്കാനൊന്നും വരത്തില്ല. അവരവരുടെ പാട്ടിനൊക്കെ പൊക്കോളും. ഇവിടെ വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണലി പുകവലിയുടെ അതായത് സിഗരറ്റിൻ്റെ സ്മെല്ല് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യം. ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ എടുക്കും. ഇവിടെ വന്നിട്ട് ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കുന്ന കാര്യം, അതായത് പബ്ലിക്കായിട്ട് ആൾക്കാർ ഇങ്ങനെ എല്ലായിടത്തും വലിക്കേണ്ടവരെല്ലാം പബ്ലിക്കായിട്ട് തന്നെ വലിച്ചുകൊണ്ട് നടക്കുവാണ്. പക്ഷേ നമുക്ക് ഫിൻലൻഡിലൊക്കെ എന്ന് പറയാൻ കറക്റ്റ് സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. ഇത് ഷെഡ് പോലെ. അങ്ങനെ പൊല്യൂഷൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആളുകൾ മസ്റ്റായിട്ടും അങ്ങനത്തെ പ്ലേസാണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ അവിടെ ഫിൻലൻഡിലൊക്കെ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനൊന്നും കാണുന്നില്ല. എല്ലാവരും എല്ലായിടത്തോടെയും വലിച്ചൂതി വിട്ടുകൊണ്ട് കിടപ്പുണ്ട്. വലിക്കാത്തവർക്കും അത്യാവശ്യം പുകയിലയുടെ എഫക്റ്റൊക്കെ ഇവിടെ നിന്ന് കിട്ടും. കഴിഞ്ഞ ദിവസത്തേക്കാളും ഫാസ്റ്റായിട്ട് ബസ് കിട്ടിയിട്ടോ ഇന്ന്. കാരണം കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ വന്നു, ബസ് നമ്പർ അറിയാം, ചാടി കയറി. അതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്നവർ ഇച്ചിരി ഈസിയറായിട്ട് വരുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി ലേറ്റ് ആയപ്പോഴേക്കും ഒരു ക്രേസി ആയിട്ടുള്ളൊരു മനുഷ്യൻ വന്നിട്ട് ഈ വിൻഡോയ്ക്ക് ഒറ്റയടി പേടിച്ചു പോയി. ചങ്ക് കത്തിപ്പോയി. നമ്മളങ്ങനെ കെയർഫുള്ളായിട്ടിരിക്കണം. എല്ലാവരും സഹായിക്കുന്ന ആൾക്കാരാണെങ്കിലും ക്രേസി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. എപ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഗ്ലാസ് പൊട്ടുന്ന പോലത്തെ സൗണ്ടിൽ ഒറ്റയടിയായിരുന്നു. വണ്ടിയിൽ നല്ലൊരു പേടിച്ചു പോയി. എൻ്റെ ചെവി ഈ സൈഡിലോട്ട് അടിച്ചത് നല്ലൊരു ചെവി പൊള്ളുന്ന പോലെ. എൻ്റെ പൊന്നെ മതി, ഒട്ടും പ്രതീക്ഷയില്ല. കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് ആരോടും ചോദിക്കാനും പറയാനൊന്നും പോയില്ല. ബസ്സേ കയറി സാധനത്തിൽ വന്ന് പേര് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. പക്ഷെ ആ സ്ഥലമൊക്കെ കഴിഞ്ഞു പോയി. അവസാനം എവിടെയോ വന്ന് പെട്ടു. എന്നിട്ട് അയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയ്യോ ഡ്രൈവറുടെ അടുത്ത് ചോദിച്ചു. ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു, എക്സിറ്റും.
അപ്പം ഞാൻ എക്സിറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇനി സാൻഡൽ പോയിക്ക് എങ്ങനെ പോകും ഇങ്ങനെ ചോദിച്ചു. അപ്പം തൊട്ടടുത്ത് കിടന്ന് ഈ വണ്ടി കാണിച്ചു തന്നു, ഇതിൽ കയറിയിട്ട് പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ വണ്ടിയിൽ കയറി ചോദിച്ചപ്പം ഇവർക്ക് നിസ്സഹായാവസ്ഥ മനസ്സിലായി. എന്നോട് പറഞ്ഞു ഫസ്റ്റ് സീറ്റിൽ തന്നെ ഇരുന്നു, ഡ്രൈവറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്നു, അവിടെ എത്തുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സമയം ലാഭിച്ചല്ലോ, എല്ലാം മനസ്സിലാക്കിയല്ലോ എന്നൊക്കെയുള്ള ഇച്ചിരി ഓവർ കോൺഫിഡൻസ് പ്രശ്നമായി. ഇങ്ങോട്ടേക്കൊക്കെ ഉള്ള ലൈൻ ബസ്സുകളുടെയൊക്കെ കണ്ടക്ടറും കിളിയും എല്ലാം ഡ്രൈവർ തന്നെയാട്ടോ. പേ ചെയ്യണതും അവിടെ തന്നെ ആ കൗണ്ടറിൽ നമ്മൾ പൈസ കൊടുക്കുന്നു, നമുക്ക് ടിക്കറ്റ് അവിടെ നിന്ന് തരുന്നു, ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ ആവുന്നു, ഇതിലൂടെ ആളുകൾ അകത്ത് കയറും, എന്നിട്ട് ബാക്കിലത്തെ അതിലൂടെ എക്സിറ്റ്, അതിലൂടെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങും. എല്ലാം ഡ്രൈവർ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഇതൊക്കെ അറിയായിരിക്കും. പിന്നെ അറിയില്ലാത്തവർക്ക്, എനിക്ക് ഏറ്റവും ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്, ഫിൻലൻഡിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അപ്പം അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ ബസ്സുകൾക്കൊക്കെ പുറത്ത് സൈഡിലെല്ലാം മിറർ വീളിൽ, വണ്ടികൾക്കൊക്കെ വലിയ മിറർ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ വണ്ടിയുടെയൊക്കെ ഭാഗത്ത് ക്യാമറയാണ്, ഉള്ളിലാണ് ക്യാമറ, ഗ്ലാസ് പോലത്തെ തന്നെ. അറ്റ്ലാന്റിക് ഓഷൻ ആട്ടോ ഇത്. ഇപ്പോൾ വേവ്സ് ഒന്നുമില്ല, ഇച്ചിരി കാമായിട്ട് കിടക്കുന്ന പോലെ. ബസ്സുകാരൻ എൻ്റെ നിന്ന് പൈസ വാങ്ങിയില്ല കേട്ടോ, കാരണം ഓൾറെഡി പൈസ പേ ചെയ്തിട്ട് ഈ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞു പോയായിരുന്നല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെയൊക്കെ കയറിയ ബസ് കറക്റ്റ് ബസ് സ്റ്റോപ്പ് ഇതിൻ്റെ അകത്തേക്ക് പോകുമായിരുന്നു. ഇന്ന് അവർ ഇവിടെ പുറത്താണ് നിർത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം. ബസ്സിൽ അവിടെ വരെ ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് പറ്റിയത്. എന്തായാലും നേരെ ഇനി ഫിർഗാസ്. സ്ഥലപ്പേര് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഇതിൽ നോക്കിയാൽ മതി. ഫിർഗാസിൽ ഇനി 22 മിനിറ്റ് കഴിയുമ്പോഴാണ് ബസ് എന്നാണ് കാണിക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത്. 20 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഒരു 17 മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ആ ടൈം ആകുമ്പോഴാണ് ഡ്രൈവർ ഡോർ ഓപ്പൺ ആവുള്ളൂ. നമുക്ക് അഡ്വാൻസ് ആയിട്ട് നേരത്തെ അവിടെ കയറി ഇരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇവിടെ എല്ലാവരും ബസ് കയറാനായിട്ട് ക്യൂ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എത്ര നേരത്തെ വരുന്നു എന്നുള്ളത് മാറ്ററല്ല, ക്യൂവിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വന്നിട്ട് അവിടെ ബെഞ്ചിൽ പോയിരിക്കുമായിരുന്നു. ലാസ്റ്റ് വന്നവരിവിടെ ക്യൂ നിന്നവർ ആദ്യം കയറിപ്പോയി. ഇവിടെ ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യമാണ് കറക്റ്റ് ലൈൻ നിന്ന് മാത്രം, ക്യൂ നിന്ന് മാത്രമേ ഇവരകത്ത് കയറത്തുള്ളൂ. ഇടയിൽ നിന്ന് കയറാൻ അങ്ങനെ ആരും ഇടിച്ച് കയറുകയല്ല. ഇവിടെ എല്ലാവരും ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. യു ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ഇപ്പോൾ കണ്ടിടത്തോളം അവരുടെ ഒരു ഇത് വർക്ക് ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ട് കേട്ടോ. ഇവരെല്ലാം ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബസ്സിൽ ഇച്ചിരി പ്രായമായവർ വരുമ്പോൾ സീറ്റിൽ എഴുന്നേറ്റ് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും, നമ്മുടെയൊക്കെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ. താങ്ക് യു. ഹൗ മച്ച്? 2 euros, yeah. Yes, thank you. ഡ്രൈവർ തന്നെയാണ് കിളി, കണ്ടക്ടറും എല്ലാം. ആളുകളെല്ലാം ക്യൂ നിന്ന് കയറി പൈസ കൊടുത്ത്. ഇനി ഫിർഗാസ് എന്നിട്ട് കാണാമോ. ഞാൻ ഇവിടെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. ലാസ് പാൽമാസ് ഇങ്ങനെ ട്രാഫിക്കിൽ കിടക്കും കേട്ടോ. ലാസ് അറേനാസിലോടെ ആട്ടോ നമ്മൾ പോകുന്നത്, ഫിർഗാസിലോട്ട്. ഫുള്ള് വാഴക്കൃഷി കേട്ടോ, എന്തോ ഒരു വാഴകളാണ് നോക്ക്. മുഴുവൻ കള്ളിമുൾച്ചെടിയായിരുന്നല്ലോ കണ്ടത്, ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. ഇതിപ്പോൾ മുഴുവൻ വാഴകളാണ്. വെറൈറ്റി ആയിട്ട് ഇഷ്ടം പോലെയുണ്ട്. കുറഞ്ഞതൊരു 25 ഇനം വാഴകൾ ഇവർ സ്വന്തമായിട്ട്. ഇപ്പം താഴേക്കൊക്കെ ഞാൻ ക്യാമറ എടുക്കാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ശരിക്കും നാരോ ആയിട്ടുള്ള റോഡാട്ടോ. താഴേക്കൊക്കെ വലിയ ക്ലിഫുകളൊക്കെ അരികത്ത്. അപ്പം ടാക്സി നമ്മൾ റെൻറ്റിന് കാർ എടുക്കാത്തത് ഒത്തിരി നന്നായി. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് ബസ് ഡ്രൈവേഴ്സ് ഇവർ അടിപൊളിയായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്.
കാറൊക്കെ സൈഡ് ഒതുക്കി കൊടുക്കണേ റിവേഴ്സ് എടുത്ത് ഏതെങ്കിലും ഒരു വളവും തിരിവ് സ്ഥലത്ത് വന്നിട്ട് ഒതുക്കി അങ്ങനെ വേണം. ഇവിടെയൊക്കെ പിന്നെ ഇച്ചിരി കൂടെ വീതിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് വന്ന സ്ഥലം നല്ല ക്ലിഫ്, അതായത് ഭയങ്കര താഴെ വലിയ കൊക്ക പോലെ സൈഡിലൊന്നും കെട്ടിയിട്ടുമില്ല. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ കുറേ കഴിഞ്ഞു. അപ്പം നല്ല ഐഡിയ ആയിരുന്നു നമ്മൾ റെൻ്റ് കാർ എടുക്കാത്തത്. അങ്ങനെ നമ്മൾ ഫിർഗസ് എത്തി. ഒരു കുന്നിൻ്റെ മേളിലുള്ള ഒരു കുഞ്ഞു വില്ലേജ് ആട്ടോ. എനിക്ക് തോന്നുന്നു ടെറർ ഇച്ചിരി കൂടെ വലിയ ബസ് സ്റ്റോപ്പൊക്കെ ആയിരുന്നു. ഇതുണ്ടോ 2 ബസ്സിൽ കഷ്ടി കയറാനുള്ള ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെയാണ്. പിന്നെ ഇവിടെ മെയിനായിട്ടും അതായത് മിനറൽ വാട്ടറിൻ്റെ ഒരു സ്പ്രിംഗ് വാട്ടർ ഫൗണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഒരു ചെറിയ കുന്നിൻ്റെ മേളിലുള്ള ഒരു കുഞ്ഞു വില്ലേജാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ്. ഒരുപാട് അങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങാൻ അടിപൊളി. ഇന്നലെ നമ്മൾ പോയ ടെറർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അത് കുറച്ചുകൂടി വലുതായിരുന്നു അവിടുത്തെ ബസ് പാർക്കൊക്കെ. ഇതുകൊണ്ട് കഷ്ടി കൃത്യം 2 ബസ്സുകൾക്കാണ് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളത്. സ്ട്രീറ്റിലൊക്കെ നല്ല നിശബ്ദമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ്. നടക്കാൻ അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞ് ഫിർഗാസ് അറൂക്കാസ് ഫിർഗാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തടുത്തൊക്കെ, ഒത്തിരി അടുത്തെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാൽ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഓൾമോസ്റ്റ് ഐലൻഡ് ആണെങ്കിലും കൂടുതലും വരണ്ട ഭൂപ്രകൃതി ഇവിടെ എല്ലായിടത്തും തന്നെ. പക്ഷെ ഇവിടെ ഈ സൈഡിലോട്ട് വന്നപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഓരോ ലാൻഡ്സ്കേപ്പ് ഓരോ സൈഡിലോട്ട് തിരിയുമ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇന്നലെ നമ്മൾ മറ്റേ സെൻറ്റ് മാത്തിയോ ചെന്നിട്ട് തിരിച്ചു പോകുന്നല്ലോ, അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും വണ്ടിയിലൊക്കെ പോയിട്ട് ഏറ്റവും എനിക്ക് ഫീൽ ചെയ്ത സംഭവം, അയ്യോ ഭയങ്കര ഹാർഡായിരുന്നു ബസ്സിൽ ഇരിക്കാനായിട്ട്. നമ്മളീ ശരിക്കും എന്താ പറയുക, സിക്നസ് ഇല്ലാത്തവർക്ക് വരെ സിക്നസ് അടിക്കുന്ന കൂട്ടൊരു ഇതായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം, പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം, നല്ല രസമുള്ളൊരു റൗണ്ട് അബൌട്ട്. ഈ മൊത്തം ഐലൻഡിൽ ഇത്രയും യാത്ര ചെയ്തിട്ടും ഫുള്ളൊരു, അതായത് വെള്ളം കാണുന്നത് കടലിൻ്റെ ഒരു സൈഡിൽ ബീച്ചിൽ മാത്രമാണ്. ബാക്കി മുഴുവൻ ഒരു വരണ്ട ഭൂമി പോലെയായിരുന്നേ. പക്ഷേ ഇവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ വെച്ചേക്കൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ഭയങ്കര എന്താ പറയുക, വലിയ പുതുമയൊന്നും തോന്നത്തില്ല. കാരണം ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഈവൻ നമ്മുടെയൊക്കെ നാട്ടിലാണേലും റോഡ് സൈഡിനോട് ചേർന്ന് വീടുകളൊക്കെ ഉള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷേ നമ്മുടെയൊക്കെ ഫിൻലൻഡിൽ നിന്നൊക്കെ ഉള്ളവർ ഫ്രണ്ട്സ് പറയുന്നു അവർക്കിതൊക്കെ ഭയങ്കര കൗതുകമാണ്. അയ്യോ നമുക്ക് നല്ല രസമുണ്ട് കാണാൻ, പക്ഷേ നമുക്കിത് പുതിയൊരു കാര്യമായിട്ട് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ചീപ്പാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒത്തിരി എക്സ്പെൻസീവ് അല്ലാത്ത ലോക്കൽ കനേറിയൻ ഡിഷസൊക്കെ ഇവിടെ കിട്ടുമെന്ന്. അപ്പം ചുമ്മാ എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് നമുക്ക് ലഞ്ച് കഴിക്കാം. ഇവിടുത്തെ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാട്ടോ ഇത്. അതായത് അവരുടെ കമ്മ്യൂണിൻ്റെ ഡിസൈനും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സംഭവമൊക്കെയാണ് ഇതിൽ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിൽ നമ്മൾ ടെറർ പോയായിരുന്നു. അവിടുത്തെ പ്രധാന സംഭവം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, മാതാവിൻ്റെ ഒരു പള്ളി. അതായത് ഈ മുഴുവൻ ഐലൻഡിൽ നിന്ന് ആളുകൾ തീർത്ഥാടന യാത്രയ്ക്ക് വരുന്ന സ്ഥലമാണ്. അപ്പം അതാണ് ഇവിടെ അവർ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ തെൽഡെ അവിടെ നമ്മൾ പോയില്ല, അവിടുത്തെ ഒരു ഫേമസ് സംഭവം ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ തെഹേഡ എന്ന് പറയുന്ന സ്ഥലം, അവിടെ പോകാൻ വേണ്ടിയായിരുന്നു ഇന്നലെ ശ്രമിച്ചിട്ട് പകുതി വഴി വെച്ച് ഛർദ്ദിക്കാൻ വന്നും ആകെ ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങിപ്പോയത്. അവിടെയാണ് മറ്റേ ഈ ഭയങ്കര നൂറ്റാണ്ടുകൾ വഴക്കമുള്ളൊരു പാറ, എല്ലാവരും ഹൈക്ക് ചെയ്ത് പോയി കാണുന്നൊരു സ്ഥലമാണ്. റോബ്ലോക്ക് എന്നോ അങ്ങനെ എന്തോ അതിൻ്റെ പേര്. അങ്ങനെ ഓരോ സ്ഥലവും അതിൻ്റെ പോപ്പുലർ ആയിട്ടുള്ള സംഭവം ഒരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. 1, 2, 3, 4ാമത്തെ ദിവസമായിട്ട് നമ്മൾ ഇവിടെ ഫിർഗാസിലെത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഈ സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത്രയും യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൊരു സ്ഥലത്ത് വരുന്നത്. അതും മാൻമേഡായിട്ട് അവരുണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ വാട്ടർഫോൾ അത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ല. 30 മീറ്റർ നീളത്തിൽ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മാൻമേഡ് വാട്ടർഫോളാണ് ഈ കാണുന്നത്. നല്ല രസമായിട്ടാണ് അതിനെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇത് ഇവിടുത്തെ ഫിർഗാസിലുള്ളത്. പിന്നെ തോട്ടിലും പുഴയിലൊക്കെ കളിച്ച് വളർന്ന് നമുക്ക് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത്രയൊന്നും കൊണ്ടടിപ്പിക്കത്തില്ല. വെള്ളം ഇനി വേഗം പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോവാം. അതിന് ഫിർഗാസ് ടൗണിലുള്ള പള്ളി കേട്ടോ. ആദ്യമായിട്ട് കയറുന്ന പള്ളിയിൽ ആദ്യം പ്രാർത്ഥിക്കുന്ന 3 കാര്യം നടക്കും എന്നാണ്.
പള്ളിയിൽ കയറുക എന്ന് പറയുമ്പോൾ എപ്പോഴും ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്ക് കിട്ടിയേക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഉള്ളതുകൊണ്ടാണ് എവിടെയെല്ലാം കാണുന്നു പള്ളിയിൽ കയറുമ്പോൾ നമ്മൾ അങ്ങനെ അതാണ് നന്ദി പറയാനും കൂടെ വേണ്ടിയിട്ടാട്ടോ പള്ളിയിൽ കയറുന്നത്. അങ്ങനെ ഇവിടെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു വാട്ടർഫാളിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ അത് ഭയങ്കര എന്താ പറയുക ഒത്തിരി പോപ്പുലറാണ്. ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനും പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ. അങ്ങനെ വാട്ടർഫാൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ട്രീറ്റിലൂടെ തന്നെ നേരെ മേളിലോട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ നല്ല രസമുള്ള ഓൾഡ് ടൗൺ ആണ്. അറുക്കാസിലൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെയാണ് കൺസ്ട്രക്ഷനും രീതികളൊക്കെ. ഇതാണ് ഗ്രാൻഡ് കനാറി ഐലൻഡ് ഫുൾ വ്യൂ, മേളിൽ നിന്നുള്ളൊരു വ്യൂ. മിനിയേച്ചർ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഐലൻഡിൻ്റെ മുഴുവൻ മിനിയേച്ചർ അവർ ടൈലിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുന്നിലോട്ട് കയറുമ്പോൾ ഫുള്ള് താഴെ നമ്മൾ ഈ കയറ്റം കയറി വരുമ്പോൾ ഇത് കണ്ടാണ് അതിനെ മനസ്സിലാക്കിയാണ് നമ്മൾ വെള്ളോട്ട് പോകുന്നത്. കൊള്ളട്ടെ, കള്ളിമുൾച്ചെടിയുടെ രീതിയിലുള്ളൊരു പോട്ട് അല്ല ഇവിടെ വേണം, കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും കള്ളിമുൾച്ചെടി കാണാത്തൊരു സൈഡ് ഉണ്ടാവില്ല. അത്രയും നല്ല രസമുണ്ട് ഈ ഒരു സ്ട്രീറ്റ്. നല്ല സൈലൻ്റാണ്, ചെറിയ കാറ്റുണ്ട്. സോളോ ട്രിപ്പ് ബോറിംഗ് ഒന്നും അല്ല കേട്ടോ, കാരണം നമ്മൾ കാണാത്ത കാഴ്ചകളും നാടും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തന്നെയാണല്ലോ അത്. എന്ത് ഭംഗിയല്ലേ ബൊഗൈൻവില്ല ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുമ്പോൾ. അത് ഇതുപോലത്തെ ക്ലൈമറ്റുള്ള നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ തണുപ്പുള്ള രാജ്യത്ത് ഇങ്ങനത്തെ ഒന്നും വളരുകയില്ല. കണ്ട് കൊതിയായി നമ്മൾ കമ്പൗണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ നമ്മളെ പിടിക്കും കേട്ടോ, കടത്തി വിടില്ല എന്നാണ് കേട്ടേക്കുന്നത്. സോളോ ട്രിപ്പ് ബോറിംഗ് ഒന്നും അല്ല കേട്ടോ, കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കാണാത്ത നാട് കാണാത്ത സ്ഥലത്തൊക്കെ വന്നിങ്ങനെ, പ്രത്യേകിച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ വന്നിങ്ങനെ കുറച്ച് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ. ഫിർഗാസ് ബസ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇത്ര അടുത്തുണ്ടാവും എന്ന് അറിയത്തില്ലായിരുന്നു. ടൗണിൻ്റെ മേളിലോട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു വാട്ടർഫാളിൻ്റെ ആ സ്ഥലം മാത്രമായിരുന്നു കണ്ടോളെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ, അതായത് വ്യൂ അങ്ങോട്ടേക്കുള്ള രീതിയിൽ ഇവിടെ പീസ്ഫുള്ളായിട്ട് നമുക്ക് വരുന്നവർക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. നല്ല വ്യൂ ആണ്. ഇവിടെ വന്ന് കുറേ നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നോക്കി നിൽക്കാം. നല്ല രസമായിട്ടോ കാണാൻ. നമ്മളൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പം നമ്മൾ ആ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മുടെ കണ്ണെത്തിപ്പെടുന്ന ദൂരം അത്രയാണല്ലോ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അറിയില്ലാത്തൊരു നാട്ടിൽ ചെന്നിട്ട് ആ ഒരു ഇച്ചിരി സ്ഥലം മാത്രം കണ്ടിട്ട് ഈ സ്ഥലം എങ്ങനെയാണെന്ന് പറയുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞ ഓർമ്മ വന്നൊരു കാര്യം പറയട്ടെ. പണ്ട് പപ്പ പറഞ്ഞു തന്നൊരു സ്റ്റോറി പോലെ, അതായത് കണ്ണ് കാണാൻ വയ്യാത്ത 3-4 പേര് ആനയെ കാണാൻ വേണ്ടി പോയിട്ട് ഒരാൾ ആനയുടെ കാലയിൽ തൊട്ട് നോക്കി, ആ ആൾ വിശ്വസിച്ചു ആന എന്ന് പറഞ്ഞാൽ തൂണ് പോലെയാണ്. വേറൊരാൾ ആനയുടെ പുറത്ത് തൊട്ട്, നമ്മൾ ഒരു ആന എന്ന് പറഞ്ഞാൽ പാറ പോലെയാണ്. വേറൊരാൾക്ക് പിടുത്തം കിട്ടിയത് ആനയുടെ ചെവിയേലായിരുന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു ആന മുറം പോലെയാണ്. അപ്പം എന്നിട്ട് അയാൾ അങ്ങനെ അവരങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന്. അപ്പം നമ്മളും ചില സമയത്തൊക്കെ അങ്ങനെയാണ്, അതുകൊണ്ട് ചിന്തിക്കണം എന്നുള്ള രീതിയിലാണ് പപ്പ അത് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ഫിർഗാസ് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, ഷോ ഇതായിരുന്നു ഫിർഗാസ്. പക്ഷെ ഓരോരോ സ്ട്രീറ്റ് എടുത്ത് ഇങ്ങനെ വ്യൂ മാറി വരുന്നതനുസരിച്ചാണ് നമുക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ളപ്പം ഇതുപോലൊരു ഒരു ഷോർട്ട് ബ്രേക്കൊക്കെ എടുക്കുന്നത് നല്ലതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളെ അറിയുന്നവർക്കറിയാം, ഫുള്ള് നമ്മൾ തന്നെയാണ് മക്കളെ നോക്കുന്നത്, വീട്ടിലെ ഉത്തരവാദിത്തം, ജോലി 100% ചെയ്യുന്നുണ്ട്. അപ്പം നല്ല സ്ട്രെസ്ഫുൾ എന്ന് ഉദ്ദേശിച്ചത് ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഇനിയിപ്പം വെക്കേഷനൊക്കെ തീർന്ന് തിരിച്ച് ഡ്യൂട്ടിയിലോട്ട് കയറുമ്പോൾ സെയിം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ്. അപ്പം എന്താണ് ഇടയ്ക്കിങ്ങനെ ഫാമിലി വലുതാവണതനുസരിച്ച് നമുക്ക് ടാസ്കുകൾ ഒരുപാട് കൂടുന്നതനുസരിച്ച് ഇടയ്ക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തു കഴിയുമ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പീസ്ഫുള്ളായിട്ടൊന്ന് ചിന്തിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ തന്നെ ഒന്ന് പമ്പർ ചെയ്യാനായിട്ടൊരു ചാൻസൊക്കെ കിട്ടുന്നതാണ്. ഒത്തിരി എക്സ്പെൻസീവ് അല്ലാത്തൊരു കൺട്രിയൊക്കെയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ഒരുപാട് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും ഇത് നല്ലൊരു ഓപ്ഷനായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല സ്ഥലമാണെന്നൊക്കെ, പക്ഷേ ആദ്യമായിട്ടാണ്. എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. വന്നതിൽ ഒരു നഷ്ടബോധവും ഇല്ല.
ഇച്ചായൻ പിള്ളേരെ പൊന്നുപോലെ നോക്കും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കണം. അന്നേരം അവരെ വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. അങ്ങനെ എന്തായാലും സോ ഫാർ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പം ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഒരു ലോക്കൽ ഷോപ്പാണ്. ചോദിച്ചു അപ്പോൾ ഇവിടെ അവരുടെ അടുത്ത് പായല ഉണ്ടോയെന്ന്. പോയിട്ട് പായല ട്രൈ ചെയ്യാൻ നോക്കിയത്, പക്ഷേ അവരുടെ അടുത്ത് ഇല്ലയെന്ന് പറഞ്ഞു. വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തുമില്ല. അവിടെ ഇരിക്കുന്ന ഫുഡ് കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ അത്ര തോന്നിയില്ല. ഷ്രിങ്കിൾഡ് പൊട്ടറ്റോ, അതായത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പോലത്തെ പൊട്ടറ്റോയും പിന്നെ അങ്ങനെ എന്തോ സംഭവമാണ് അവിടെ ഇരിക്കുന്നത്. നമുക്ക് പായല കിട്ടുമെന്ന് നോക്കാം. ഒരു ലോക്കൽ റെസ്റ്റോറൻ്റ് ആട്ടോ, പോയി നോക്കാം ഇവിടെ ഉണ്ടാവുമെന്ന്. ഫിഷിലും വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ടേബിളൊക്കെ. ഹലോ, ഇവിടെ നിന്നിട്ട് ആദ്യം പഠിച്ചാണോ ഓല പറയാം. ഈസ് ദിസ് സ്പാനിഷ് ഫുഡ്? This one? Okay, that. I can try that. Paras con mollo. Queso. Okay, garbanzada. ഒക്ടോപ്പസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇങ്ങനെ ബിവറേജോട് കൂടിയിട്ടാട്ടോ ഇവർ കൊടുക്കുന്നത്. Gofio, banana with tuna and tuna. Okay. Tuna is a typical Canary, tuna indio. Okay. Juice. കനേറിയൻ സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. ആൽക്കഹോളും ഇല്ല, സ്പാർക്ലിങ്ങും ഇല്ല, ജ്യൂസ് പോലത്തെയാണ്. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ വയറിളകുമെന്ന് പേടിയാ. This is a topus. ഓ ഓക്കെ, യെസ്. ഇതെടുക്കാമെന്ന് തീരുമാനിച്ചു. ഇതാട്ടോ ഒരു ഡ്രിങ്ക് തന്നേക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇവിടുത്തെ എന്തോ ലോക്കൽ സ്പെഷ്യലാന്ന് പറഞ്ഞ് തന്നതാണ്. ആൽക്കഹോളും സോഡയൊന്നുമില്ല. കണ്ടിട്ട് എന്തോ പഴമൊക്കെ കൂട്ടടിച്ച പോലെയുണ്ട്. നോക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പഴത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ കനേറിയൻ സ്പെഷ്യൽ ഫുഡ് വന്നിട്ടുണ്ട്. ചോദിച്ചത് പായലായിരുന്നു, പക്ഷെ പായല അവരുടെ അടുത്തില്ല, ഉള്ളത് ഈ സാധനമാണെന്ന് പറഞ്ഞു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ പഴമൊക്കെ ഇതിലിട്ടിട്ടുണ്ടോ? എന്തൊക്കെ സാധനം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഓണത്തിന് എരിശ്ശേരിയൊക്കെ കഴിക്കില്ലേ, എനിക്ക് അതുപോലത്തെ ഒരു ടേസ്റ്റൊക്കെ തോന്നി. ഇതിൽ ക്യാരറ്റും ചിക്ക് പീസും ഒക്കെ ഉണ്ട്. ഒക്ടോപ്പസ് ഇതിലിട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞേ. അതെ, ഇതുണ്ടിട്ട് ഇതിൻ്റെ അകത്തൊരു കുഞ്ഞു പീസുണ്ട്, ഇതാന്ന് തോന്നുന്നു. ഷ്രെഡഡ് ഒക്ടോപ്പസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കിടക്കുവാണ്. കുഴപ്പമില്ല. നമ്മൾ കഴിച്ചതിന് 12-20 ആട്ടോ ആയത്. കുഴപ്പമില്ലായിരുന്നു. ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചൊരു ഫീലാണ്. സിമ്പിൾ ഒരു കുഞ്ഞു സൂപ്പ്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോട്ടലിൽ പോവാം. ആ കാണുന്ന ബസ്സിനായിട്ട് നമ്മൾ പോകുന്നത് 8 മിനിറ്റ് ഉണ്ട്. പണ്ട് ലൈൻ ബസ്സിലൊക്കെ ഇങ്ങനെ പാട്ടിട്ട് കേട്ട് പോയിക്കൊണ്ടിരുന്ന പോലെ ഇവിടുത്തെ ബസ്സിൽ സ്പാനിഷ് പാട്ടാന്നേ ഉള്ളൂ. ഫുള്ള് വാഴത്തോട്ടമാണ്. അയ്യോ, അങ്ങനെ പിന്നെയും ബസ് സ്റ്റോപ്പിലെത്തി. ഇനിയിപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിനടുത്തുള്ളടത്തേക്ക് പോവാട്ടോ. ഫിർഗാസിലൊരു ടോയ്ലറ്റ് കാണാത്തതുകൊണ്ട് വാഷ്റൂമിൽ പോയില്ലായിരുന്നു. കൃത്യത്തിന് ഇവിടെ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. അങ്ങനെ വാഷ്റൂം ഇവിടെയുണ്ട്. എന്നിട്ട് വേണം ഇനി വിട്ടു പോകാനായിട്ട്. ഷോപ്പിംഗ് നടന്നിട്ട് അവസാനം സാധനം കണ്ടു കേട്ടോ. 13 യൂറോയാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് ഒരു 10 മിനിറ്റ് കൂടെ. ഭംഗിയായിട്ട് ഇവർ പെറ്റ്സിൻ്റെ കൊടുത്തിരിക്കുന്ന പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഫുഡ് മേടിച്ച് റൂമിൽ പോവാം. എന്നിട്ട് ഇന്നിപ്പോൾ ഈവനിങ് ഫുള്ള് റൂമിൽ റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. പറ്റുവാണെങ്കിൽ ടോപ്പിലുള്ള പൂളിലൊന്നും പോകണം. നോ, സ്ഥലം മാറിപ്പോയി. അവിടെ നിന്നായിരുന്നു ഓർഡർ ചെയ്തത്. ചെറിയ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ എന്നാലും നല്ല നല്ല വെതറാട്ടോ, കുഴപ്പമില്ലാത്തൊരു വെതറാണ്. താങ്ക്സ്, ബൈ. ഇതാണ് നമ്മൾ മേടിച്ചേക്കുന്നത്.
പോട്ടോ. താങ്ക് യു. ബൈ. വിശക്കുന്നുണ്ടെങ്കിൽ ചെന്ന് റൂമിൽ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ കഴിച്ചു നോക്കണം. ഇവിടുത്തെ സ്പെഷ്യലാന്ന് പറഞ്ഞുകൊണ്ട് ടേസ്റ്റ് അറിയുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഡിന്നറിന് ഇതാണ്, നമ്മൾ പുറത്തിറങ്ങാത്ത കാര്യം നടത്താനാണ് ഇന്ന് നോക്കുന്നത്. നമ്മൾ ഒരിടത്ത് താമസിക്കുമ്പം ഓൾമോസ്റ്റ് ഒരാഴ്ച ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ ഡെയിലി പോവുകയും വരികയും ചെയ്യുന്നത് ഓൾമോസ്റ്റ് സെയിം ടൈമിലാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ട്രീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നമ്മുടെ ഒരു സന്തോഷം എന്തോ വലിയൊരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനെന്തോ എനിക്ക് വേണ്ടി തന്നെ ചെയ്തു എന്നുള്ളൊരു തോന്നലൊക്കെ. അയ്യോ, അങ്ങനെ നമ്മൾ സ്ഥലമെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിലെ ഫുഡ് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ്. പിന്നെ അവർക്ക് ചോയ്സ് കുറവുള്ള പോലെ തോന്നി. അതിനേക്കാളും ടേസ്റ്റും ഫ്രഷായിട്ടും കഴിക്കാൻ പറ്റിയത് പുറത്തുനിന്ന് കഴിച്ചപ്പോഴാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. എപ്പോഴും തന്നെ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകും. അപ്പം അതുകൊണ്ട് തീരുമ്പോൾ ബോട്ടിൽ മേടിച്ചിട്ട് കയ്യിൽ വയ്ക്കും. ഒരു 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെള്ളത്തിന് 45 സെൻറ്റൊക്കെ കേട്ടോ. പിന്നെ എന്തോ ബ്രാൻഡ് അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. 65 ഒക്കെയാണ് ഇവിടുത്തെ എന്തോ മിനറൽ വാട്ടറിൻ്റെ ഇതിൽ. ഓ മൈ ഗോഡ്. ഹോട്ടലിലെത്തി. പെട്ടെന്നൊരു വാം ഷവർ എടുത്തതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ചൂടോടെ തന്നെ കഴിക്കണം. ചൂട് പോയിട്ടില്ല കേട്ടോ. നല്ലൊരു വാം ഷവർ എടുത്തിട്ടാട്ടോ സാധാരണ പമ്പ് ചെയ്യാറ്. അല്ലെങ്കിൽ പമ്പ് ചെയ്യുന്നത് ശരിയാകുകയില്ല, പിന്നെ ഭയങ്കര പെയിനായിരിക്കും. അപ്പം ഇതിൻ്റെ മെയിൻ റീസൺ നമ്മൾ പറഞ്ഞ പോലെ അവന് ഫീഡിങ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പം 1 വീക്ക് വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴേക്കും മിൽക്ക് സപ്ലൈ സ്റ്റോപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ നേരവും കറക്റ്റായിട്ട് പമ്പ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ കൊച്ചു കുടിക്കുന്നതിൻ്റെ അത്രയും എഫക്റ്റീവ് അല്ല, പക്ഷെ എന്നാലും കംപ്ലീറ്റ് സ്റ്റോപ്പായി പോവില്ല. നമുക്ക് ഫുഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അവരൊരാൾക്കുള്ളതാണെന്ന് ചോദിച്ചേ. ഇത് ഭയങ്കര വലിയ പോർഷനാണെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെ ഇതിരിക്കണേന്ന് നോക്കട്ടെ. ഓഹോ, ഓക്കേ. പക്ഷെ ഇതിൻ്റെ അകത്ത് മറ്റേ കല്ലുമ്മക്കായി ഒന്നും കാണുന്നില്ലല്ലോ. ഇത് റൈസാട്ടോ, നമ്മൾ കസ്കസ് വെച്ചുണ്ടാക്കി നമ്മൾ കണ്ടേക്കുന്നത്. കുഴപ്പമില്ല, ചെമ്മീൻ്റെ ടേസ്റ്റ് ഉണ്ട്. അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ചോറും ചെമ്മീനും ആയതുകൊണ്ട് കൈകൊണ്ട് കഴിക്കാൻ പോവാ ഞാൻ. ഭയങ്കര പാടാണ്. അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് ഇത് വിട്ടു പോവാ, കഴിക്കാൻ പറ്റുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, ബിരിയാണിക്ക് നമ്മൾ റൈത്ത കഴിക്കില്ലേ, അതുപോലെ പായലയുടെ കൂട്ടത്തിൽ കുറച്ച് നാച്ചുറൽ യോഗർട്ട് മിക്സ് ചെയ്തു കേട്ടോ. കറക്റ്റ് നല്ലതായിട്ട് ടേസ്റ്റൊക്കെ ബാലൻസ് ആവുന്നുണ്ട്. നല്ല ടേസ്റ്റ്. ഇവിടുത്തുകാർ കാണണ്ട, ഇവർ ഫോർക്ക് നൈഫൊക്കെ വെച്ച് ആസ്വദിച്ച് കഴിക്കുന്ന സാധനം നമ്മൾ ചെമ്മീൻ ബിരിയാണി കഴിക്കുന്ന പോലെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ഇവിടെ തീരുവട്ടെ. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഒന്ന് കുരിശ് വരച്ച് നേരെ കിടന്നുറങ്ങാൻ പോവാണ്. അവർ വീഡിയോ കോളൊക്കെ ചെയ്തായിരുന്നു വീട്ടിൽ. ബസ്സിൽ വെച്ചൊരു ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായതല്ലാണ്ട് പിന്നെ അങ്ങ് ഓർമ്മയിൽ നിൽക്കുന്ന പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്താണേലും ഇന്നത്തെ ദിവസം ഭംഗിയായിട്ട് കഴിഞ്ഞു. ദൈവത്തിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.